NH വ്ലോഗ് എന്നൊരു കല്യാണ റിസപ്ഷന് പോകണം കേട്ടോ. തേവർക്കാട് കൺവെൻഷൻ സെൻറ്ററിലാണ് റിസപ്ഷൻ. വള്ളിയോടാണ് സ്ഥലം. ഇതാ എത്തിയിട്ടുണ്ട്. ഇവിടെ വടക്കഞ്ചേരി നാട് മൊത്തം ഉണ്ടാവും കേട്ടോ. കാരണം അത്ര വലിയൊരു കല്യാണമാണേ. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ തിരുവാതിര ഗ്യാങ്ങും ഞങ്ങളുടെ മരുമക്കൾസും അങ്ങനെ എല്ലാവരും ഉണ്ടാവും ഇവിടെ. കാരണം എല്ലാവർക്കും കല്യാണം ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയയുടെ സൗകര്യം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എവിടെ വേണം നമുക്ക് പാർക്ക് ചെയ്യാം, എടുക്കാനൊന്നും ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അത്ര നല്ല പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ സുനിത അവിടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൈക്കെടുത്താണ് ഇടുക. സെക്യൂരിറ്റി കുറേ നേരമായിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവൾ കേൾക്കണില്ല എന്ന് എനിക്കറിയില്ല. മണിക്കൂറൊന്നായി അവിടെ വണ്ടിയും തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവളെയും വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു, പിന്നെ നടന്നു. അപ്പോൾ ഇതാ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്കൊന്ന് അതൊന്ന് കുടിച്ചാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ട് അവിടെ. നല്ല പല ഡിഫറെൻ്റ് ഐറ്റം മൊജിറ്റോസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊജിറ്റോസ് വലിയ രസമില്ല, പക്ഷേ എല്ലാ ജ്യൂസും സൂപ്പറായിരുന്നു. മിൻറ്റ് അങ്ങനെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. സുനിത വന്ന് കാർ പാർക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ജ്യൂസ് ഒക്കെ കുടിക്കാൻ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ പേര് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാളിലോട്ട് കയറി. ഹാളിൻ്റെ ആംബിയൻസ് സൂപ്പറായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഫ്ലേവറൊക്കെ വെച്ചിട്ട് റോസാപ്പൂക്കെ വിതറി നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ആർക്കും കല്യാണം കഴിക്കാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ഒരു ബ്ലാക്ക് ഗൗണായിരുന്നു. സീറ്റൊക്കെ കണ്ടോ, കാലിയായിട്ട് കിടക്കുക. ഇതെന്താ ഇത്രയ്ക്കും ആൾക്കാരെ കാറൊക്കെ പുറത്ത് കണ്ടുള്ളൂ, പിന്നെന്താ സീറ്റ് കാലിയെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു കേട്ടോ. സംഭവം പിന്നെയാണ് മനസ്സിലായത്. ഡൈനിങ് ഏരിയയിലത്തെ തിരക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ളവർ മുഴുവൻ അവിടെയാണേ. പിന്നെ ഇങ്ങനെ ഇവിടെ സീറ്റ് ആൾക്കാരുണ്ടാവുക. അവിടെ നല്ലൊരു ഹാപ്പി മെനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെയാണ് കേട്ടത്. അവിടെ ആ ഒരു പെൺകുട്ടിയാണ് വയലിൻ വായിക്കുന്നത്. നല്ല സൂപ്പറായിട്ടാണ് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. അടിപൊളി സോങ്സും നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ കേട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലാക്ക് ഒരു ഗൗണായിരുന്നു ആ പെൺകുട്ടിയുടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ സിൻഡ്രല്ല ടൈപ്പൊക്കെ ആയിരുന്നു കേട്ടോ ആ ഗൗണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ നല്ല ഭംഗിയിലിങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന മോഡലുള്ള ഒരു ഗൗണ് ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. റിസപ്ഷൻ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് സെറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നിട്ടാ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് കുറച്ചേരൊക്കെ വീഡിയോ പിടിച്ച് കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ ആരൊക്കെ കുറ്റൊക്കെ പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ പെൺപിള്ളേരൊക്കെ നോക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ പാട്ട് സൂപ്പറായി ഉണ്ടായിരുന്നു. പാട്ടും കേട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കേട്ടോ. ബ്ലാക്ക് ബ്യൂട്ടി അതായിരുന്നു കേട്ടോ ബ്രൈഡ്. ആൾക്കാർ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് നേരം വന്നിരിക്കും, പിന്നെ ആ ഫുഡിനെ കുറിച്ച് ആലോചിച്ചാലോ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ ഇത്രയും ബഹളം നടക്കുമ്പോൾ സുനിത മാത്രം ഒരു മുക്കിലിരുന്ന് താടിയിൽ കൈയും കൊടുത്ത് ആ പെണ്ണിനും ചെക്കനും നോക്കി ദൈവമേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് വിളിച്ചിട്ട് അവൾ കേട്ടതേയില്ല. അവൾ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആരോ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ടാറ്റ തന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കെന്നപ്പോൾ ഈ ഫുഡ് കഴിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു സൈഡിൽ കൂടെ എന്ത് നീറ്റായിട്ട് ഞങ്ങൾ പോകണില്ലേ, ക്യൂ പാലിച്ച് പോവാണേ. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഭംഗിയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മുന്നേ അറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവരുടെ മൂത്ത മകളില്ലായിരുന്നു അന്ന് കഴിച്ച ഫുഡ് ഞങ്ങൾ എടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ചിക്കൻ സമോസ, ഫ്രഞ്ച് ഫ്രൈസ്, എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യുന്നത്. ശരി കുറച്ച്
സുബ്രു കഴിക്കണ കാണിക്കും. ഫ്രണ്ട് ഫേസ് നല്ല രസമുണ്ടായിരുന്നു ആംബിയൻസ് കാണാനായിട്ട്. ചെറിയ ചെറിയ ഫിഷ് ടാങ്കുകളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് ഫുഡും അവർക്ക് തിരക്കുണ്ടായിരുന്നു. അത്രയും അതിൽ തിരക്കായിരുന്നു. സ്ഥലത്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് നിന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മേടിച്ചേക്കാം. പിന്നെ എത്ര നേരം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക. അപ്പം ഞങ്ങൾ ഫുഡ് മേടിച്ചു. അവർ ഫുഡ് മേടിച്ചു. അത് നിന്നൊക്കെ കഴിക്കാനുള്ളൊരു ടൈമായിരുന്നു. പ്ലേറ്റ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ച് മേടിച്ചു. മാൾപ്പൊട്ടി അങ്ങനെ കുറേ ചോറ് ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ്. സാലഡൊക്കെ നമ്മൾ പിന്നെ സലാഡ് ദേവ് കഴിക്കും. സംസാരിച്ചു. നാട്ടിലങ്ങനെ അധികം കല്യാണം കൂടാതെ കൂടാൻ നല്ല സന്തോഷം. കുശലം പറയുന്നുണ്ട്. പുറത്തിറങ്ങി പ്ലേറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ സലാഡിന് ഫ്രൂട്ട് സലാഡ് വേണമെന്നില്ല ടേസ്റ്റ് നോക്കാം. ഐസ്ക്രീം, ഗുലാബ് ജാമുൻ, ഫ്രൂട്ട് സലാഡ് ഇത് പാലോച്ചിട്ടടി ഫ്രഷ് ക്രീം. അതാണോ സംസാരിക്കണ്ടായിരുന്നേ? ഇല്ല എന്തെങ്കിലും പറയാ. അതിൽ ഞാൻ ചോദിക്കട്ടെ, നീ കോളേജ് ഓഫ് ഇംഗ്ലീഷ് എന്ത് ചെയ്തിരിക്കണേ? കോളേജ് ഓഫ് ഇംഗ്ലീഷിൽ എങ്ങനെയാ നീ പരിചയം? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കല്യാണം കഴിഞ്ഞില്ലേ? നല്ല സാറാ. ഇത് കഴിച്ചു കഴിഞ്ഞതല്ല, പ്ലേറ്റിൽ കുറച്ചെടുത്തിട്ടാ. നീ എന്നാ അപ്ലോഡ് ചെയ്യാ? ഞാൻ നാളെ അപ്ലോഡ് ചെയ്യൂട്ടാ. ഏതാ വാങ്ങണേ? ഞാൻ കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ മഞ്ഞ മുട്ടായ നല്ലത്.
ഇഷ്ടമായിട്ട് മേടിച്ചൊന്നുമില്ല അപ്പം ഞാനൊരു പീസ് ബാക്കി ഒരു ഐസ്ക്രീം കൊണ്ടുള്ളതാണ് പല വെറൈറ്റി ഓടിപ്പോകുന്നു മേടിക്കുന്നു പിടിക്കുന്നു നാളെന്താവും എന്തോ ചൂടുള്ള കാപ്പി ദേവോ ദൈവം ഗ്യാങ്ങിൽ കിട്ടിയിട്ട് പിന്നെ ഞങ്ങളൊന്നും വേണം ഒരു ഗ്യാങ് ഇവിടെ അവളുടെ ഒരു ഫ്രണ്ട്സ് നേരം കഷ്ടപ്പെട്ട് വൈകി നിന്നിട്ടാണ് ഗുലാബ് ജാമുൻ വെച്ചുള്ളൂ അതൊക്കെ പിള്ളേരെ കിട്ടി കുറച്ചെടുക്കുന്നത് ഗുലാബ് ജാമുൻ എന്താ കൊണ്ട് വെച്ചു അപ്പോഴേക്കും ദിവ്യ ചേച്ചിനും ഡീൽ ചേച്ചിനും വരാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു കാണിച്ചത്. തിരിച്ച് എല്ലാവരും മതിയാക്കി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. പിള്ളേരെ അവിടെ നിന്ന് എന്തോ പനിമുട്ടായി അതൊക്കെ വീണ്ടും മേടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് കറക്റ്റ് ഇത് എന്റെ അടി ദേവനൊക്കെ മതിയായിണ്ട് എന്നാലും നിർത്തില്ല പറഞ്ഞ നിങ്ങളിപ്പം ബായി പറയാൻ വേണ്ടി ചെക്കൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടാ. ഞങ്ങൾ ഇനിയും ചേട്ടാ ഇനിയും വരും കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് തിരിച്ചു വരട്ടാ. ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോണ പോയായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ബായി പറഞ്ഞ് പോണതൊക്കെ. ഞങ്ങളത് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാർ പാർക്കിംഗ് ഏരിയ അത്രയും ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും കാറുകളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തിരക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര സ്ഥലം ഉണ്ടായിരുന്നു. വിചാരിച്ച പോലും തിന്നാൻ പറ്റൊന്നുമില്ല. ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. മംഗലം പാലത്തിൻ്റെ അവിടെയുള്ള ചിപ്സ് കട കാണിട്ടാണ്. ശബരിമല ഏകദേശം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. ബൈ.